ബഹുമാനപ്പെട്ട ശ്രീ അൻവർ സാദത്ത് അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനയെ ശക്തമായി എതിർക്കുകയാണ് സാർ. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ലാസ്റ്റ് പറഞ്ഞൊരു കാര്യത്തിൽ ഇവിടെ കഴിഞ്ഞ പ്രതിപക്ഷ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷ VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഒന്ന് ഈ രേഖകൾ നോക്കിയാൽ ഇതെല്ലാം പിൻവലിച്ച് ഓടേണ്ടി വരും. ഞാൻ അത്രമാത്രം നിൽക്കുക, എനിക്കിത് പറയാൻ സമയമില്ല. അന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ നിന്ന് വായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറിയും സംവിധാനക്കാരാന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ എനിക്ക് ഈ ധനാഭ്യർത്ഥനയെ എതിർക്കാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഈ സർക്കാർ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ പാടെ തകർത്തിരിക്കുകയാണ്. എക്സൈസ് വകുപ്പ് അഴിമതിയുടെയും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് വലിയ കുഴപ്പമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു വകുപ്പുകളായി, കാരണം അന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബന്ധപ്പെടുന്ന വകുപ്പാണ്. നമുക്കറിയാം, തദ്ദേശഭരണ വകുപ്പ് ജനങ്ങൾ ബന്ധപ്പെടുന്ന വകുപ്പാണ്. എക്സൈസ് വകുപ്പും ഒരു പരിധി പറഞ്ഞാൽ ജനങ്ങൾ ബന്ധപ്പെടുന്ന വകുപ്പാണ്. അപ്പോൾ ഈ വകുപ്പുകളെ യാതൊരു ഏകോപനമില്ലാതെ അല്ലെങ്കിൽ കുത്തഴിഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സാർ, ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് സങ്കല്പത്തിന് നിദാനമായ അധികാര വികേന്ദ്രത്തിന് കേന്ദ്രത്തിൽ കോൺഗ്രസും കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണിയാണ് തുടക്കം കുറിച്ചത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അധികാര വികേന്ദ്രത്തിന് വേണ്ടി 1989 കൊണ്ടുവന്ന 64-ാം ഭരണഘടനാ ഭേദഗതിയിൽ രാജ്യസഭയെ പരാജയപ്പെടുത്തിയത് CPM അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളാണ് സാർ. എന്നിട്ട് എന്തൊക്കെ അവരെന്ന് പറയുന്നത് സാർ? തുടർന്ന് നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായാണ് PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 73, 74 ഭരണഘടനാ ഭേദഗതികൾ 1990 കൊണ്ടുവന്നത്. അതിനോടനുബന്ധിച്ച് 1994 കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ പാസ്സാക്കിയത് കേരളത്തിലെ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സാർ. ഇതൊന്നും ഇവർ കണ്ടിട്ടില്ല സാർ. പിന്നീട് അധികാരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഉത്തരവിറക്കിയത് 1995 ഒക്ടോബറിൽ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സാർ. ഇതും ഇവർ കണ്ടിട്ടില്ല സാർ. സാർ, എന്നാൽ ജനകീയ ആസൂത്രണം എന്ന പേരിൽ പലതും കൊട്ടിയാഘോഷിച്ചെങ്കിലും വികേന്ദ്രീകരണത്തിന് പകരം പുനഃകേന്ദ്രീകരണമാണ് പിണറായി LDF സർക്കാർ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ സാധിക്കും. ഇന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ പാടെ തകർന്നിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ് സാർ. അവരുടെ ഫണ്ടുകൾ വെട്ടിത്തുറച്ചു, അങ്ങനെ ഒത്തിരി നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് സാർ. എനിക്ക് ഒരു കാര്യം പറയാം. നമ്മുടെ ത്രിതല പഞ്ചായത്ത് സമയത്ത് ജനപ്രതിനിധികളുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, അങ്ങനെ ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ. കാരണം നമുക്കറിയാം, വളരെ പാവങ്ങളാണ് അവർ. നമുക്കറിയാം, നമ്മളെപ്പോലെ പൊതുപ്രവർത്തകർ, നമ്മൾക്ക് കുറേ ആൾക്കാരൊക്കെ എന്തോ സമയം കൊണ്ട് നിയമസഭയിൽ വന്നിരിക്കുന്നു. പാർട്ടിയും ജനങ്ങളും അല്ലെങ്കിൽ പാർട്ടികളാണ് നമ്മൾ മത്സരിപ്പിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ആ അവസരം കിട്ടിയിട്ടില്ല. നമ്മളെയൊക്കെ സീനിയർ ആളുകളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പൊതുപ്രവർത്തകരെ ബഹുമാനിക്കുന്നു. കാരണം അവരെടുക്കുന്ന എഫർട്ട് ഒന്നാണ്. അപ്പോൾ ഈ ജനപ്രതിനിധികൾക്ക്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം. കാരണം അവർ വളരെയധികം സാമ്പത്തികമായ പരാധീനങ്ങളും എല്ലാ ദിവസവും ഓടിയിറക്കുക ഓരോ കാര്യങ്ങൾ. നമുക്കറിയാം, ഒരു ജനപ്രതിനിധിയിൽ നിന്ന് പ്രത്യേകിച്ചും പഞ്ചായത്തുകളിലെ കൂടെ വലിയ പ്രയാസം. അപ്പോൾ അതിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ. സംസ്ഥാനത്തെ പഞ്ചായത്ത് റോഡുകൾ ഇന്ന് നന്നാക്കുന്നതിന് സർക്കാർ പണം അനുവദിക്കുന്നില്ല. ഇന്ന് എല്ലാ പഞ്ചായത്ത് റോഡും വളരെ മോശമായി കിടക്കുകയാണ്. പഞ്ചായത്ത് റോഡുകൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ഇന്ന് പഞ്ചായത്തുകൾക്ക് ഓൺ ഫണ്ട് വെട്ടി കുറക്കുന്നു. അങ്ങനെ മെയിൻ്റനൻസ് ഗ്രാൻഡിന്റെ വലിയ പ്രോബ്ലം ഇതൊക്കെ നിൽക്കുകയാണ് സാറ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2 മന്ത്രിമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? പഞ്ചായത്ത് നഗരവികസനത്തിൽ ഒന്ന് മുനീർ സാഹിബും അതുപോലെ തന്നെ മഞ്ഞളാംകുഴിയും. അവരന്ന് ചെയ്ത ആർജവം, അന്ന് അവർ കാണിച്ച ഒരു താല്പര്യം എന്തായിരുന്നു? അവർ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒറ്റത്തവണ സഹായം 1 ടൈം മെയിൻ്റനൻസ് അനുവദിപ്പിച്ചു. ഈ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ മന്ത്രി രാജേഷ് അവർ അദ്ദേഹം ഈ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇന്ന് എല്ലാ പഞ്ചായത്ത് മെമ്പർമാർ വലിയ പ്രയാസത്തിലാണ്.
ജനപ്രതികൾ പഴി കേൾക്കുന്നു റോഡുകൾ നന്നാക്കാൻ തന്നെ. MLA-മാര് മന്ത്രി അടക്കം നമ്മുടെതൊക്കെ എല്ലാവരുടെ അടുത്തും ജനപ്രതിനിധികൾ വരെയാണ് ഫണ്ട് അനുവദിക്കണം, റോഡിന് മെയിൻ്റനൻസിന് ഫണ്ട് അനുവദിക്കുമ്പോൾ ചില സാങ്കേതികം ചില റോഡുകൾക്ക് നമുക്ക് ഫണ്ട് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അതിനകത്ത് താല്പര്യമെടുത്ത് ഈ ഫണ്ട് സർക്കാർ സമ്മതി ഫണ്ട് അനുവദിക്കുന്നത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സാറേ, പല പഞ്ചായത്തുകളിലും ഇന്ന് സെക്രട്ടറിമാരില്ല, AE-മാരില്ല. വലിയ പ്രതിസന്ധിയിലെ പഞ്ചായത്ത് ഭരണസമിതികൾ, അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം. സെക്രട്ടറിമാർ പല പഞ്ചായത്തിനുമില്ല, AE-മാരില്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ല. പലപ്പോഴും അവരൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാർ, അത് ഒന്ന് നിർത്തലാക്കണം. എല്ലായിടത്തും സെക്രട്ടറിമാരും അത് AE അടക്കമുള്ള പഞ്ചായത്തിന്റെ സ്റ്റാഫുകളാണ്. സാർ, പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് 15 ലക്ഷം രൂപ വെച്ച് 9 ഗഡു ലഭിക്കേണ്ട 2021-2024 ഇന്ന് 4 ഗഡു മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. സാർ, അതായത് 2021-2024 ഇത് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സാർ, ഓൺ ഫണ്ട് കൂടുതലുള്ള പഞ്ചായത്തുകൾ മാത്രമാണ് ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ. ഈ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് പഞ്ചായത്ത് വലിയ പ്രതിസന്ധിയിലാണ്. സാർ, കോൺട്രാക്ടർമാർ വ്യവസ്ഥയിൽ ഡബിൾ ഡ്രം സംവിധാനം കൊണ്ടുവന്നത് പല പഞ്ചായത്ത് കോൺട്രാക്ടർമാരും അവർ വർക്ക് എടുക്കുന്നില്ല. കാര്യം നല്ല സംവിധാനമൊക്കെയാണ്. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഈ ഡബിൾ ഡ്രം സംവിധാനം എല്ലാ കോൺട്രാക്ടർമാർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് അവർ പല വർക്ക് എടുക്കുന്നില്ല. ഒന്ന് ബില്ല് മാറാത്തതുകൊണ്ട് വർക്ക് എടുക്കുന്നില്ല. അത് വലിയൊരു പ്രതിസന്ധിയിലായപ്പോൾ പല റോഡുകളും നമുക്ക് പണിയാൻ സാധിക്കുന്നത്. സാറ് അങ്ങനെ പിന്നെ അതുപോലെ ജലജീവൻ മിഷൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടേണ്ട ഒരു കാര്യമുണ്ട്. ജലജീവൻ മിഷന്റെ ബന്ധപ്പെട്ടുകൊണ്ട് റോഡുകൾ ആകെ മോശമായി കിടക്കുകയാണ്. ജലവകുപ്പ് മന്ത്രിയുടെ അടുത്ത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് അതിന് ഉത്തരവാദിത്തമില്ലേ? തദ്ദേശ വകുപ്പിന്റെ റോഡുകളെ മോശമായി. ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടണം. 2 മന്ത്രിമാരോട് ഇരുന്ന് ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തണം. PWD മന്ത്രിയായിട്ട് സംസാരിച്ചു നേരത്തെ. തദ്ദേശ മന്ത്രിയും അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് റോഡുകൾ താറുമാറായി കിടക്കുന്നത് എത്രയും വേഗം നന്നാക്കണം. കാരണം അതിനും പഴി കേൾക്കുന്ന ആരാണ്? പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും. അതുകൊണ്ട് അങ്ങ് ഇടപെടുന്ന ഈ തരത്തിൽ ഓർമ്മപ്പെടാൻ ആഗ്രഹിക്കുന്നത്. സാറ്, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. സാറ്, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇന്നലെ പാർലമെന്റിൽ നമ്മളൊരു പ്രസംഗം കേട്ടു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ. സാർ, രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പോൾ ഒരു ഭാരതീയനെന്നിലും ഒരു കോൺഗ്രസ്സുകാരനെന്നിലും ഞാൻ അഭിമാനം കൊണ്ട് പുളകിതമായി. അത് അപ്പുറത്തുള്ളവർക്കും ഉണ്ടായിട്ടുണ്ടാവും, അവർ പറയില്ല. കാരണം എന്താ, അവരന്ന് രാഹുൽ ഗാന്ധിയുടെ ജാഥയെ കണ്ടെയ്നർ ജാഥ, പൊറോട്ട ജാഥ എന്നൊക്കെ പറഞ്ഞ് വളരെ ആക്ഷേപിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ജാഥയിൽ ഞാനും എൻ്റെ കുടുംബം അടക്കം ജനാധിപത്യ വിശ്വാസികളൊക്കെ പങ്കെടുത്തു. രാജ്യത്തും കേരളത്തിലും ഒക്കെ പങ്കെടുത്തു. ഇന്ന് അഭിമാനം കൊള്ളുവാൻ ആ ജാഥയിൽ, ആ നമുക്കറിയാം ജോഡോ യാത്രയിൽ പങ്കെടുത്തതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. സാർ, അവസാനിപ്പിക്കുകയാണ്. സാർ, അപ്പോ ആ ജാഥയിൽ പങ്കെടുത്തു. ആ ജാഥ നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ നല്ലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത്. സാർ, അവസാനിപ്പിക്കുക, കൺക്ലൂഡ് ചെയ്യുന്നത്. സാർ, ആ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്? സാർ, രാഹുൽ ഗാന്ധിയാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രതീക്ഷ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ്. ആന്ധ്രയിലെയും അത് മറ്റു സംസ്ഥാനങ്ങളിലെ CPM-കാർ പറയില്ല. കാരണം അവർക്കും കൺകണ്ട ദൈവം പോലെയാണ് രാഹുൽ ഗാന്ധി. കാരണം രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇവരുടെ ഈ വിമർശനങ്ങൾ ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വിമർശനങ്ങൾ ഇവിടെ നിർത്തണം. ഇവിടെ കഴിഞ്ഞ ദിവസം വനവകുപ്പ് മന്ത്രി പറഞ്ഞു, അദ്ദേഹത്തെ ആക്ഷേപം പറഞ്ഞു. അങ്ങനെയൊന്നും ആക്ഷേപം പറഞ്ഞാൽ തളർന്നു പോകുന്നത് ഒരു നേതാവല്ല ശ്രീ രാഹുൽ ഗാന്ധി എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒരിക്കൽ കൂടി എതിർക്കുന്നു.